ഹായ് ഓൾ, വെൽക്കം ടു നോ യുവർ കെമിസ്ട്രി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോസ്ഫോലിപ്പിഡ്സിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ്സ്, അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ മിസൽ ഫോർമേഷൻ ആൻഡ് ലൈപ്പോസോം ഫോർമേഷൻ. ഓക്കെ, സോ എന്താണ് മിസൽ, എങ്ങനെയാണ് മിസൽ ഫോം ചെയ്യുന്നത്, അതുപോലെ ലൈപ്പോസോംസ് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കാണാം. ഫസ്റ്റ് വൺ ഇസ് ഫോസ്ഫോലിപ്പിഡ്സ്. സോ നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ്സ് അത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയാം. ഇറ്റ് കണ്ടെയ്ൻ ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ് ആൻഡ് നൈട്രോജനസ് ബേസ്. ഓക്കെ, ഇനി സിംപ്ലസ്റ്റ് ഫോസ്ഫോലിപ്പിഡ്സ് ആണ് നമ്മുടെ ഫോസ്ഫറ്റൈഡ്സ് എന്ന് പറയും. ഓക്കെ, സോ സിംപ്ലസ്റ്റ് ഫോസ്ഫോലിപ്പിഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോസ്ഫറ്റൈഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഫോസ്ഫറ്റൈഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഡെറിവേറ്റീവ്സ് ഓഫ് ഫോസ്ഫാറ്റിഡിക് ആസിഡ്. ഓക്കെ, സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം യു ക്യാൻ സീ the structure of phosphatidic acid, mainly L-phosphatidic acid. Okay, so you can see over here this phosphatidic acid is made up of one glycerol moiety. You can see, so one glycerol moiety to which two fatty acid residues. Okay, so R1 and R3, two fatty acid residues are esterified cheyidikkunnu, first and second carbon, and the third hydroxyl group you can see, third hydroxyl group that is esterified to a phosphoric acid. You can see the phosphate group. Okay, so this is the structure of phosphatidic acid. Okay, so structure varnalo phosphatidic acid that is made up of one glycerol. Okay, so adilekku two fatty acid residues esterified cheyidikkunnu, first carbon second carbon, in third hydroxyl group. So third carbon adile hydroxyl group that is esterified to the phosphoric acid. Okay, so നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ asymmetric carbon ഉണ്ട്. So presence of asymmetric carbon that helps in exhibiting the optical isomerism. So normally L isomers ആണ് നോർമൽ നേച്ചറിൽ കാണുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിംപ്ലസ്റ്റ് ഫോസ്ഫോലിപ്പിഡ് അല്ലെങ്കിൽ ഫോസ്ഫറ്റൈഡ്സിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫോസ്ഫോലിപ്പിഡിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ആംഫിപ്പതിക് നേച്ചർ. സോ ആംഫിപ്പതിക് നേച്ചർ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. സോ ആംഫിപ്പതിക് നേച്ചർ പറഞ്ഞാൽ ബോത്ത് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് പോർഷൻസ് ഇൻ ദ സെയിം മോളിക്യൂൾ. സോ ഒരേ മോളിക്യൂൾ തന്നെ ഹൈഡ്രോഫിലിക്കും ആൻഡ് ഹൈഡ്രോഫോബിക് പോർഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അതിൽ മെയിൻലി പോളാർ ഹെഡും നോൺ പോളാർ ടെയിലുമാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡിൻ്റെ കേസിൽ വരുന്നത്. Polar head is always hydrophilic nature and non-polar tail is always hydrophobic nature. So ഇത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി hydrophilic portion, that is a polar head, is constituted by glycerol, phosphoric acid and choline, and the non-polar tail constituted by the hydrocarbon chains of fatty acid. Okay, so diagram clear ആണ്. You can see over here the hydrophilic polar head, can see choline, phosphoric acid, glycerol, and hydrophobic polar tail. Okay, so lipid bilayer കാണുന്നുണ്ട്. lipid bilayerൽ can see, okay, so hydrophilic portions, okay, that is a head portion. So head പോലെ തന്നെയാണ്, tail is hydrophobic. Okay, next about the micelle formation. സോ മിസൽസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലിപ്പിഡ് ഡൈജഷൻ അബ്സോർപ്ഷൻ ടൈമിൽ നമ്മൾ കേൾക്കുന്നൊരു ടേമാണ് മിസൽസ്. സോ നമ്മൾ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ്സിന് ആംഫിപ്പതിക് നേച്ചറാണ്. സോ ഹൈഡ്രോഫോബിക് പാർട്ടുണ്ട്, അതുപോലെ ഹൈഡ്രോഫിലിക് പാർട്ടുണ്ട്. ഹൈഡ്രോഫിലിക് ഹെഡ് ആൻഡ് ഹൈഡ്രോഫോബിക് ടെയിൽ പാർട്ട് നമ്മൾ പറഞ്ഞു. സോ മിസൽസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വെൻ ദ ഫോസ്ഫോലിപ്പിഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വാട്ടർ. സോ ലിപ്പിഡ് ബൈലെയർ ആ ഫോസ്ഫോലിപ്പിഡ്സ് നമ്മൾ വാട്ടറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ what happens is that hydrophobic parts keep away from water. Okay, so ഈ വാട്ടർ റിപ്പലിംഗ് പാർട്ട് ഹൈഡ്രോഫോബിക് പാർട്ട് എന്ത് ചെയ്യുന്നു, കീപ്പ് അവേ ഫ്രം ദ വാട്ടർ. ഏത് പോർഷൻ ആയിരിക്കും വരിക, ടെയിൽ പോർഷൻ. then it forms molecular aggregates. You can see the diagram over here, right side you can see the micelle formation, and you can compare this lipid bilayer and micelles. Okay, so our tail portion in the keep away from the water and forming the molecular aggregates to form the micelles. മിസൽസിൻ്റെ ഫങ്ഷൻസ് മെയിൻലി ഞാൻ പറഞ്ഞു ഓൾറെഡി. ഹി ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ സോളിബിലൈസേഷൻ ഓഫ് ലിക്വിഡ്സ് ഇൻ അക്വസ് മീഡിയ മെയിൻലി. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദ ലൈപ്പോസോംസ്. സോ ലൈപ്പോസോംസ് പറഞ്ഞാൽ തന്നെ ഒരു വെസിക്കിൾസ് ആണ്. നോർമലി അത് സ്ഫെറിക്കൽ ഷേപ്ഡ് വെസിക്കിൾസ് ആണ്. സോ ഡയഗ്രാം ഐ വിൽ ഷോ യു ദ ഡയഗ്രാം. ഓക്കെ, സോ സ്ഫിയർ ഷേപ്ഡ് വെസിക്കിൾസ് ആണ്. ലൈപ്പോസോംസ് പറഞ്ഞാൽ തന്നെ അതിൽ
ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ ആയിരിക്കും, മോസ്റ്റ്ലി 1 or more ഫോസ്ഫോലിപ്പിഡ് ബൈലെയേഴ്സ് ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ലൈപ്പോസോംസ് ഫോം ചെയ്യുന്നത്. അതൊരു വെസിക്കിൾസ് ആയിട്ടാണ് നോർമലി ഫോം ചെയ്യുക, സ്ഫിയറിക്കൽ വെസിക്കിൾസ് ആയിട്ട്. ഓക്കെ, എങ്ങനെയാണ് ലൈപ്പോസോംസ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ചില അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസിൽ നമ്മുടെ ലിപ്പിഡ് ബൈലെയർ, സോ ലിപ്പിഡ് ബൈലെയറിൻ്റെ സ്ട്രക്ചർ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ ലിപ്പിഡ് ബൈലെയറിൻ്റെയും ദേ ക്ലോസ് ഓൺ ഇറ്റ് സെൽഫ് ചില അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസിൽ എന്നിട്ടാണ് നമ്മുടെ ഈ ലൈപ്പോസോംസ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി ലൈപ്പോസോംസിന് ഒരുപാട് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ലൈപ്പോസോംസിനെ. ലൈപ്പോസോം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലൈപ്പോസോംസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ബൈ ദ സോണിക്കേഷൻ ഓഫ് ഫോസ്ഫോലിപ്പിഡ് മിക്സ്ചേഴ്സ്. സോ സോണിക്കേഷൻ പറഞ്ഞാൽ സൗണ്ട് വേവ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ എജിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സോണിക്കേഷൻ. So these liposomes are prepared by the sonication of these phospholipid mixtures. ഈ ഫോസ്ഫോലിപ്പിഡ് ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും. ആ ഒരു മിക്സ്ചേഴ്സിനെ നമ്മൾ സൗണ്ട് വേവ്സ് കൊടുത്തിട്ട് അതിനെ സോണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇതിനെ നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്നു അണ്ടർ സ്പെഷ്യൽ കണ്ടീഷൻസ്. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് നമ്മളിതിനെ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ഫോസ്ഫോലിപ്പിഡ് എന്ത് ചെയ്യുന്നു, പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട്, അതായത് ഒരു സ്ഫെറിക്കൽ ഫോമിൽ ഒരു വെസിക്കിൾ പോലെ അറേഞ്ച് ചെയ്യും. വിച്ച് എൻക്ലോസസ്, അതിൻ്റെ ഉള്ളിൽ ഒരു വെസിക്കിൾ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സംതിങ് വിച്ച് ക്യാൻ ബി എൻക്ലോസ്ഡ്. സോ എൻക്ലോസസ് സം ഓഫ് ദ വാട്ടറിനെ എൻക്ലോസ് ചെയ്യും. സോ PL ഞാൻ ഉദ്ദേശിച്ച ഫോസ്ഫോലിപ്പിഡാണ്. ഓക്കെ, സോ ഫോസ്ഫോലിപ്പിഡിനെ കൊളസ്ട്രോളിൻ്റെ മിക്സ്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സോണിക്കേഷൻ സൗണ്ട് വേവ്സ് വഴി എജിറ്റേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ സ്പെഷ്യൽ കണ്ടീഷൻസിൽ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, ദേ അറേഞ്ച് ദംസെൽസ് ടു ഫോം എ ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ. അതിനൊരു വെസിക്കിൾ ഫോം ചെയ്യും. സോ വിച്ച് എൻക്ലോസസ് സം ഓഫ് ദ വാട്ടർ. ഓക്കെ, ഇനി ഈ ലൈപ്പോസോംസ് ഇങ്ങനെ ഫോം ചെയ്ത വെസിക്കുലർ ഫോമിന് ഡ്രഗ്സിനെ എൻക്യാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോട്ടീൻസ്, എൻസൈംസ്, ജീൻസ് ഇതിനെയൊക്കെ എൻക്യാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും ലൈപ്പോസോംസിന്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഹെൽപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഡ്രഗ്സിനെയും പ്രോട്ടീൻസിനെയും എൻസൈംസിനെയും ജീൻസിനെയൊക്കെ എൻക്യാപ്സുലേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരിയർ വഴി, ഇത് ഇപ്പോൾ ഡ്രഗ്സിനെ നമുക്ക് എവിടെയെങ്കിലും എത്തിക്കണമെങ്കിൽ ടാർഗറ്റ് ഓർഗൻസിൽ എത്തിക്കണം, അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ എൻസൈംസിനോ അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടി നമുക്ക് ജീൻസിനെ ഈ ലൈപ്പോസോംസിനുള്ളിലേക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് അത് ഒരു ക്യാരിയർ പോലെ ടാർഗറ്റ് ഓർഗൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും സബ്സ്റ്റൻസസിനെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ നമ്മൾ റീസെൻ്റ്ലി നമ്മൾക്ക് ഒരുപാട് ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ലൈപ്പോസോംസിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ലൈപ്പോസോം എൻട്രാപ്ഡ് ഡ്രഗ്സ് എക്സിബിറ്റ് സുപ്പീരിയർ, അതായത് ലൈപ്പോസോമിൽ നമ്മൾ എൻട്രാപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്താ പറയുക ഡ്രഗ്സിന് സുപ്പീരിയർ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഷോ ചെയ്യുന്നു ചില ഫോർമുലേഷൻ സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ലെവൽ സ്റ്റഡിയിലെ ലൈപ്പോസോംസ് ആണ് നമ്മൾ സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ലൈപ്പോസോംസ് ഒക്കെ ലൈപ്പോസോം ടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത് പറഞ്ഞാൽ ലോങ് സർക്കുലേറ്റിംഗ് ലൈപ്പോസോംസ് ആണ്. അതൊരിക്കലും സ്ഫെറിക്കൽ അല്ല, വെസിക്കിൾ അല്ല, ഒരു ലോങ് സർക്കുലേറ്റിംഗ് ആയ ലൈപ്പോസോംസ് ആണ്. അത് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഫോസ്ഫോലിപ്പിഡിൻ്റെ കോമ്പോസിഷൻ, അതുപോലെ അതിൻ്റെ സൈസ്, വെസിക്കിളിൻ്റെ ചാർജ്, ഇതൊക്കെ നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ ലൈപ്പോസോംസിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, ലോങ് സർക്കുലേറ്റിംഗ് ലൈപ്പോസോംസിനെ. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ലൈപ്പോസോംസ്. ഓക്കെ, ഇനി ലൈപ്പോസോംസ് വിത്ത് മോഡിഫൈഡ് സർഫസസ്. സോ ലൈപ്പോസോംസ് അൾട്ടിമേറ്റ്ലി എന്താണ്, നമ്മുടെ മെംബ്രെയിൻ ബൈലിപ്പിഡ് ലെയറാണ്. സോ അതിൽ സർഫസസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ അത് മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് യൂസിങ് ഗ്ലൈക്കോലിപ്പിഡ്സ് അല്ലെങ്കിൽ സിയാലിക് ആസിഡ് പോലുള്ള മോളിക്യൂൾസ് വെച്ചിട്ട് എന്താ പറയുക ലൈപ്പോസോംസിനെ മോഡിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഈ ലിപ്പിഡ് ബൈലെയറിൽ ഗ്ലൈക്കോലിപ്പിഡ്സിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ സിയാലിക് ആസിഡ് അറ്റാച്ച്മെൻറ്റ് നടത്തുക. സോ അങ്ങനെ സർഫസസ് മോഡിഫൈ ചെയ്തിട്ട് ലൈപ്പോസോംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലൈപ്പോസോം ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത്, മെയിനായിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി ക്യാൻസർ കീമോതെറാപ്പി. സോ നമുക്കറിയാം ക്യാൻസർ കീമോതെറാപ്പി നമ്മൾ ആ ടാർഗറ്റ് സൈറ്റിലേക്ക് നമ്മൾ എന്താ പറയുക ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ആ ഡ്രഗ്സ് ആ പെർട്ടിക്കുലർ ഇൻഫെക്റ്റഡ് സെൽസിൽ അല്ലെങ്കിൽ ടിഷ്യൂസിൽ പോയിട്ട് അത് ആക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഈ ലൈപ്പോസോംസ് വഴി ആ ഡ്രഗ് ലൈപ്പോസോംസിൽ എൻക്യാപ്സുലേറ്റ് ചെയ്ത് കൊടുത്താൽ ആ പെർട്ടിക്കുലർ സൈറ്റിൽ പോയി ടാർഗറ്റ് ഓർഗനിൽ പോയി അത് ആക്ട് ചെയ്യും. ആൻറ്റി മൈക്രോബിയൽ തെറാപ്പി സെയിം.
ജീൻ തെറാപ്പി, ജീൻ ട്രാൻസ്ഫർ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വാക്സിൻസ്. സോ വാക്സിൻസ് നമുക്ക് ലൈപ്പോസോംസിൽ എൻക്യാപ്സുലേറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഡയഗ്നോസ്റ്റിക് ഇമേജിങ്. ഓക്കെ, സോ നമ്മൾ CT MRI ഒക്കെ ചെയ്യുന്ന പോലെ ഇമേജിങ് വരെ നമുക്ക് പോസിബിൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ നമുക്കിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ ഭയങ്കര ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മോളിക്യൂളാണ് ലൈപ്പോസോം. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈപ്പോസോം ആൻഡ് മിസൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് എവിടെ നിന്നും ഒരു എക്സ്പെക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ്. ഓക്കെ, ഈ രണ്ട് മിസൽ എന്താണ്, ലൈപ്പോസോംസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് ലൈപ്പോസോമിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, സോണിക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് പർട്ടിക്കുലർ സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് ലൈപ്പോസോം ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ജസ്റ്റ് ഒരു ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഒരു നേച്ചേഴ്സ്. ഇത് നമ്മൾ ശരിക്കും ഫോസ്ഫോലിപ്പിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ നമ്മൾ ഫോസ്ഫോലിപ്പിഡിന് അൾട്ടിമേറ്റ്ലി പറഞ്ഞത് ഫോസ്ഫോലിപ്പിഡിന് ആംഫിബതിക് നേച്ചറുണ്ട്, മിസൽസ് ഫോം ചെയ്യാൻ കഴിയും, ലൈപ്പോസോംസ് ഫോം ചെയ്യാൻ കഴിയും, അതുപോലെ ബയോമെംബ്രെയിൻസ് ഒക്കെ ഫോം ചെയ്യാൻ കഴിയും. സോ ഇതാണ് ഫോസ്ഫോലിപ്പിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ലിപ്പിഡ്സിൻ്റെ ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.